നമസ്കാരം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് സംഭവിച്ചിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വർണ്ണവിലയിൽ നേരിയ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഒരുപാട് കല്യാണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണം എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെയധികം കുറവാണെന്ന് പറയാം. ഇന്നലെ പവന് 80 രൂപ കുറഞ്ഞ് 58,640 രൂപയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രാമിന് 10 രൂപ താഴ്ന്ന് 7,330 രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചുകൊണ്ട് ഇന്നലെ മുതൽ മുന്നോട്ട് പോയത്. ആഗോള വിപണിയിലെ മാറ്റങ്ങളൊക്കെ പ്രാദേശിക വിപണിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ആഗോള സ്വർണ്ണവില താഴുകയാണെന്ന് പറയാം. അതേസമയം ആഗോള വിലയിടിവിന് ആനുപാതികമായി തന്നെ ഇടിവ് പ്രാദേശിക വിപണിയിൽ സംഭവിക്കുന്നില്ല. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവിടിവ് വിവാഹ ആവശ്യകത വർദ്ധിക്കുന്നതുമാണ് പ്രാദേശിക വില കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് സ്വർണ്ണവിലയെ നിരീക്ഷിക്കുന്നവർ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി പറഞ്ഞത്. പുതുവർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു ഇന്നലെ സ്വർണ്ണ വ്യാപാരം നടന്നത്. ഇന്നലെ പ്രാദേശിക വിപണിയിൽ പവന് 200 രൂപ വർദ്ധിച്ച് 58,720 രൂപയിലും ഗ്രാമിന് 25 രൂപ കൂടി 7,340 രൂപയിലുമായിരുന്നു വ്യാപാരം. അതേസമയം ആഗോള വിപണിയിൽ 24 മണിക്കൂറിനിടെ സ്വർണ്ണവിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണം ഔൺസിന് 0.74% വില കുറഞ്ഞ് 2,669.55 ഡോളറിനാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സമയം ട്രോയ് ഔൺസിന് 0.38 വില കുറഞ്ഞിരുന്നു. ആഗോള സ്വർണ്ണ വില ഇടിയുമ്പോൾ പ്രാദേശിക വില എന്തുകൊണ്ട് വർദ്ധിക്കുന്നുവെന്നാകും നിങ്ങൾ പ്രധാനമായി ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന് കാരണം അതിന് ഡോളർ രൂപ വിനിമയ നിരക്കാണ്. ആഗോള സ്വർണ്ണ വില മാറ്റങ്ങൾ ഡോളറിലാണ്. അതിനാൽ തന്നെ ഡോളർ രൂപ വിനിമയ നിരക്ക് തന്നെ വളരെ പ്രധാനമാണെന്ന് പറയാം. ഡോളറിനെതിരെ രൂപ ചരിത്ര താഴ്ചകൾ രേഖപ്പെടുത്തുന്ന സമയമാണിത്. ആഗോള വിപണിയിലെ നേരിയ വില മാറ്റങ്ങൾ പോലും പ്രാദേശിക സ്വർണ്ണ വിലയിൽ വലിയ അന്തരത്തിന് വഴിവെക്കുമെന്ന് പറയുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ അടുക്കുന്നത് ഡോളറിനെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഈ മാസം തുടക്കം മുതൽ പ്രാദേശിക വിപണിയിൽ സ്വർണ്ണവില പടിപടിയായി ഉയരുകയാണ്. ജനുവരി 1 രേഖപ്പെടുത്തിയ 57,200 രൂപയാണ് മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില. തുടർന്ന് സ്വർണം നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട്. സാങ്കേതികമായി തന്നെ ആഗോള സ്വർണ്ണവില 2,690 രൂപ ഡോളറിന് പ്രതിരോധം നേടുന്നുവെന്നും വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ വാരം തുടർച്ചയായി മുന്നേറിയ സ്വർണ്ണവില നിലവിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. US ഡോളർ സൂചിക കരുത്താർജിച്ചതും ബോണ്ടിൽ തന്നെ ഉയർന്നതും തന്നെ ഇതിന് പ്രധാന കാരണമായി തന്നെ പറയുന്നുണ്ട്. ബോണ്ടിൽ ഉയർന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയും ഇതിന് ചർച്ചയായി മാറുന്നുണ്ട്. എന്നാൽ ഈ വർഷം തന്നെ ഔൺസിന് വില 3000-ൽ കൂടുമെന്നും തന്നെ അതിൽ കടുക്കുമെന്നും പ്രവചനങ്ങളുണ്ട്. US ഓയിൽ കണക്കുകൾ മെച്ചപ്പെട്ടതിനും സ്വർണത്തിന് നേരിയ തിരിച്ചടിയായി. പുതുവർഷത്തിന് നിരക്ക് കുറയ്ക്കലിൽ അഗ്രസീവായി നിലപാട് സ്വീകരിക്കില്ലെന്ന് ഫെഡ് തീരുമാനവും സ്വർണത്തിന് പ്രതികൂലമായി. ട്രംപിന്റെ നയമാറ്റങ്ങളും അതിൽ തുടർന്നാക്കുന്ന അവ്യക്തമായ വരും ദിവസങ്ങളിൽ സ്വർണത്തെ അസ്ഥിരമാക്കിയേക്കുമെന്ന് പറയുന്നു. പക്ഷെ സ്വർണത്തിന്റെ ദീർഘകാല ഭാവിയിൽ വിദഗ്ധർ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നിക്ഷേപകർക്ക് ആശ്വാസം പകരുന്നു. സംസ്ഥാനത്ത് വെള്ളി വിലയിൽ തന്നെ നിലവിൽ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. വെള്ളി ഗ്രാമിന് 102.10 രൂപയാണ്. 8 ഗ്രാം വെള്ളിക്ക് 816.80 രൂപയും 10 ഗ്രാമിന് 1,021 രൂപയുമാണ്. 100 ഗ്രാമിന് 10,210 രൂപയുമാണ്. കിലോയ്ക്ക് 1,02,100 രൂപയിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്.